നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ 2 നിറങ്ങളാണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേതായ നിറം വെള്ള നിറമാണ്, രണ്ടാമത്തേത് നീല നിറമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും 2 നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. വിചാരിക്കുന്നതായ പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ധനലാഭം, ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായി തീരും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് മാതാപിതാക്കൾ എത്തിച്ച് തരുന്നതാകുന്നു. അത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശക്തി നിങ്ങൾക്ക് കുറയുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു. ചുറ്റുമുള്ള പ്രശ്നങ്ങളാലാകാം ഇത്തരത്തിൽ നിങ്ങളുടെ ശക്തി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാരണം ജീവിതത്തിൽ പല തരത്തിലുള്ള വഴിത്തിരിവുകൾക്കും കാരണമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. എത്ര വലിയ തടസ്സങ്ങളാണ് എങ്കിൽ പോലും ഒരു അദൃശ്യമായ ശക്തി നിങ്ങളെ കരകയറ്റുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നതുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. നിങ്ങളാൽ സംഭവിച്ച തെറ്റിനാലോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാലോ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വലിയ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ പഴയ കാര്യങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ ചിന്തിക്കാതെ വളർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതുതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുതിയ വ്യക്തിയായി തന്നെ മാറുവാനുള്ള സാധ്യതകൾ, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പുതിയ മാറ്റങ്ങൾ, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളെ താഴ്ത്തിക്കെട്ടിയ വ്യക്തികൾ പോലും നിങ്ങൾക്ക് മുൻപിൽ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അതായത് അവർക്ക് മുന്നിൽ വളരെയധികം വിജയങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്പസമയം നിങ്ങൾക്കായി നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ആ കാര്യത്തിന് എപ്പോഴും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ഈശ്വരാനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഈശ്വരാനുഗ്രഹത്താൽ പലവിധ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. രോഗത്തെ പറ്റി ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ചികിത്സ അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഒരിക്കലും അത് നീട്ടിവെക്കുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സ്ഥിരതയാർന്ന വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം ഉണ്ട്. അത്തരം കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം.
അടുത്തുള്ളവർ ചൂഷണം ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ നിങ്ങൾക്ക് വരികയും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഈ സമയം ഏതൊരു കാര്യമാണ് എങ്കിലും ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. കാരണം ഒപ്പമുള്ളവരിൽ നിന്ന് തന്നെ ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. രണ്ടാമത്തെ നിറമായ നീല നിറമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. കൂട്ടായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടം വന്നാലും അത് നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളിൽ നഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. സ്വന്തമായും ചില നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധാപൂർവം അതേക്കുറിച്ച് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തകൾ, അമിതമായ ചിന്തകൾ നിങ്ങളിലുണ്ട്. അത്തരം ചിന്തകൾ നിങ്ങളെ പല രീതിയിലും തകർക്കുന്നു എന്നതാണ് വാസ്തവം. അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. പരാജയങ്ങൾ പലത് സംഭവിച്ചു എന്ന് വരാം. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പരാജയങ്ങളിൽ മുന്നോട്ട് പോകുന്നതിലൂടെ, തളരാതെ മുന്നോട്ട് പോകുന്നതിലൂടെ കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അന്ധമായ വിശ്വാസങ്ങൾ ഇല്ലാത്തവർ തന്നെയാണ് നിങ്ങൾ. യുക്തിപൂർവം ഏതൊരു കാര്യത്തെയും സമീപിക്കുവാനും അത് മറ്റുള്ളവർക്ക് നിങ്ങളോട് താല്പര്യം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സഹായകരമായ കാര്യങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക. നന്നായി ജീവിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. മനസമാധാനം നഷ്ടപ്പെട്ടതായ സാഹചര്യം അതിനാലുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുൻപത്തെ പോലെ മനസമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അല്പം കൂടി അനുകൂലമായ രീതിയിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നത് വാസ്തവമാണ്. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നന്നായി സംസാരിക്കാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനും ശരിയായ രീതിയിൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട ഈ കാര്യം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലം നൽകും. കാരണം നന്നായി സംസാരിക്കുവാനും ചിന്തിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നഷ്ടങ്ങളെ ഓർത്ത് ഒരിക്കലും ദുഃഖിക്കാത്തവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ മനസ്സിലാക്കാം. മറ്റുള്ളവരിൽ മതിപ്പ് ഉണ്ടാക്കും വിധം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആദരവ് വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ആരെങ്കിലും പുച്ഛിച്ചാൽ പരിസരം മറന്ന് പ്രതികരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എല്ലാ തൊഴിലിലും ശോഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അതിനാൽ നിങ്ങൾ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, കർമ്മവുമായി ബന്ധപ്പെട്ട് വിജയം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ബിസിനസ് പരമായി ഉണ്ടായിരിക്കുന്നതായ ചില തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാന വർധനവില്ലാത്തത് ചില വിഷമങ്ങൾക്ക് കാരണമാകുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം കുടുംബത്തെ നന്നായി നോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപത്തേക്കാൾ അല്പം കൂടി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കുടുംബത്തെ നോക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിന് നല്ല സമയം നൽകുവാൻ, അതായത് നല്ല നിമിഷങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അച്ഛനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്ത് നൽകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. വസ്തു, വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളോ വന്നു ചേരാം. മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം.
സ്ഥിരതയാർന്ന വരുമാനം പോലും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.